ഹോശേയ 6:1 പറഞ്ഞിരിക്കുന്നത്, വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കുമെന്നാണ്. അപ്പോൾ ദൈവം കടിച്ചു കീറിയിരിക്കുന്നു എന്ന് പറയുന്നത് അതെന്തൊരു വാക്കാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാൻ എൻ്റെ മുമ്പുള്ള അധ്യായത്തിലേക്ക് നോക്കുക. മുമ്പുള്ള അധ്യായം 5-ാം അധ്യായം, ഹോശേയ 5-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യഹൂദാ പ്രഭുക്കന്മാർ അതിര് മാറ്റുന്നവരെ പോലെ, അതിര് മാന്തുവല്ല, അതിര് മാറ്റുക. അതായത് ദൈവം വച്ചിരിക്കുന്ന അതിരുകളുണ്ട്. ദൈവം വച്ചിരിക്കുന്ന അതിരുകളുണ്ട്. അതിര് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഒരതിര് വരുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുകയാണ്, അതിനപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതിര്, നിങ്ങളുടെ വസ്തുവിൻ്റെ അതിരുണ്ട്. ആ അതിരിന് അകത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അവകാശമുള്ളൂ. അപ്പോൾ അതിര് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവം നമുക്കും ഓരോ കാര്യങ്ങളിൽ അതിര് വച്ചിട്ടുണ്ട്. എന്നാൽ യഹൂദാ പ്രഭുക്കന്മാർ ആ അതിര് മാറ്റുന്നവരെ പോലെയായിരുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, ഒത്തിരി വഴക്കും തർക്കങ്ങളും കോടതി കേസുകളും ഒക്കെ ഉണ്ടാകുന്ന എന്ത് പ്രശ്നത്തിലാണെന്ന് വെച്ചാൽ അതിര് തർക്കമാണ്. അതെന്താണ്? ഞങ്ങളുടേത് ഇത്ര കൂടുതലുണ്ടായിരുന്നു, അതിപ്പോൾ ഇത്ര ഇല്ല, അതാ മറ്റേ പുള്ളി മാന്തിയെടുത്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം. അപ്പോൾ എന്താണ്? അതിര് തർക്കമാണ്. അങ്ങനെ ഒരാൾ നിങ്ങളുടെ അതിര് കവർന്നെടുത്താൽ നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങൾ കോടതിയിൽ പോയി കേസ് കൊടുക്കും, അല്ലെ വഴക്കുണ്ടാക്കുമ്പോൾ ചെയ്യും. കാരണം എന്താണ്? അതിര് മാറ്റിയത് കൊണ്ട്. അപ്പോൾ നിങ്ങളുടേത് മറ്റൊരാൾ കവർന്നെടുത്താലോ അല്ലെങ്കിൽ മറ്റൊരാൾ ഇങ്ങോട്ട് കയറി വന്ന് നിങ്ങളുടെ അതിരിനകത്തോട്ട് വന്നാലോ നിങ്ങൾക്ക് പ്രശ്നമാണ്. അതുപോലെ ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന അതിരുകളുണ്ട്. ആ അതിരുകൾ ധാർമ്മികമായ അതിരുകളുണ്ട്. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യരുത്. ആ 10 കൽപ്പനകൾ വാസ്തവത്തിൽ ഒരു അതിര് വച്ചിരിക്കുകയാണെന്ന് പറയാം. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, ഇങ്ങനെയുള്ള അതിരുകൾ ഒത്തിരി അവിടെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ മോഹിക്കരുത്, ഇങ്ങനെ ഒത്തിരി അതിരുകളുണ്ട്. ഈ അതിരുകൾ ലംഘിച്ചാൽ ദൈവകോപം അതിരുകൾ ലംഘിക്കുന്നവരുടെ മേൽ വരും. എന്തിന്? അതിരുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ അതിരൊന്നും എനിക്കിഷ്ടമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതേണ്ടേ, ഇതിലെ അങ്ങ് നടന്നു ചെല്ലുമ്പം കുറേ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ട്രാൻസ്ഫോർമർ കാണാം. ട്രാൻസ്ഫോർമർ, ഒരു പെട്ടി, അതിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ മൂളുന്ന കേൾക്കാം. എന്നാൽ ഇതിൻ്റെ അകത്ത് എന്നാന്നൊന്ന് തുറന്ന് കൈയിട്ട് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് ആ ട്രാൻസ്ഫോമർ തുറക്കാൻ ചെന്നാലോ അത് അപകടമാണ്. അപ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഹിന്ദിക്കാരാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഹിന്ദിയിൽ എഴുതി വച്ചിട്ടുണ്ട്, ഖത്തര, അപകടം. ഇനി ഹിന്ദി മനസ്സിലാവുകയല്ല, ഇംഗ്ലീഷേ അറിയാവുള്ളെങ്കിൽ ഡേഞ്ചർ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇനി അതല്ല മലയാളം മനസ്സിലാവുകയുള്ളെങ്കിൽ അപായം എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും മനസ്സിലാവുകയല്ലെങ്കിൽ 2 അസ്ഥികളും ഒരു തലയോട്ടിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കണം, ഇതേ തൊട്ടാൽ ഇങ്ങനെയാകും. അപ്പോൾ അതെന്താണ്? അതിരാണ്. ആ അതിര് വരുമ്പോൾ അത് ലംഘിക്കരുത്, ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചാൽ അവനവന് തന്നെയാണ് ഛേദം വരിക. അപ്പോൾ അതിരുകളില്ലേ ഈ ലോകത്തിലുണ്ട്. ധാർമ്മികമായ അതിരുകളുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് ദൈവം അതിരുകൾ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ദോഷത്തിനല്ല, ഗുണത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. ട്രാൻസ്ഫോമറിന് ചുറ്റും ഒരു വേലിയൊക്കെ കെട്ടി വച്ചേക്കുന്നത് എന്തിനാണ്? ഇതൊന്നും മനസ്സിലാവില്ലാത്ത കന്നുകാലികളുണ്ട്. ഈ കന്നുകാലികൾ ചെന്ന് ഇതേ നക്കാമെന്ന് വിചാരിച്ചു ചെന്ന് അതേലോട്ട് കയറിയാൽ അത് ചത്തുപോകും. അതിന് ഈ അപായമൊന്നും ഖത്തരെന്നും ഡേഞ്ചറൊന്നും എഴുതി വെച്ചതും ഈ തലയോട്ടി ചിഹ്നം ഒന്നും മനസ്സിലാവിയല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ട്രാൻസ്ഫോമറിന് ചുറ്റും ഒരു വേലി കെട്ടുന്നു, അതിര് കെട്ടുന്നു. എന്തിന്? ഈ അതിര് ലംഘിക്കരുത്, അതിന് കയറാൻ മേലാത്ത പോലെ. ദൈവത്തിൻ്റെ അതിരുകളെ മാറ്റിയും ദൈവകൽപ്പനയെ തള്ളിക്കളഞ്ഞും ജനം ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് തിന്മ ചെയ്യുന്നവരായി തീരുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ കൈ പ്രതികൂലമായി തീരും. ഈ കറണ്ട് നമുക്ക് അനുകൂലമാണിപ്പോൾ. ഫാൻ, ലൈറ്റ്, മൈക്ക് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഈ സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് അത് തുറന്നിട്ട് എൻ്റെ ലൈവ് കമ്പിയിൽ പോയി നമ്മൾ കൈ പിടിച്ചാൽ കറണ്ട് നമുക്ക് പ്രതികൂലമാകും. ആരാ കുറ്റക്കാർ? KSEBക്കാരാണോ? അല്ല, അതിൻ്റെ കുറ്റം നമ്മളാണ്. കാരണം എന്താണ്? ഇൻസുലേഷൻ ഇല്ലാത്ത ഓപ്പൺ ആയിട്ടുള്ള വയർ നമ്മൾ കയറി പിടിച്ചാൽ കറണ്ട് അടിക്കും, നമുക്ക് ഈ കറണ്ട് പ്രതികൂലമായി തീരും. അപ്പോൾ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് ജീവിച്ചാൽ ദൈവം നല്ലവനാണ് നമുക്ക്. പക്ഷെ നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവകൽപ്പന ലംഘിച്ച് ജീവിച്ചാൽ, അതിര് വിട്ടുകളഞ്ഞാൽ
നമുക്ക് ദോഷം വരാം, അത് ദൈവത്തിൻ്റെ കുറ്റമല്ല. ഓപ്പണായ വയറ്, മുറിഞ്ഞു കിടക്കുന്ന വയറെ പോയി നമ്മൾ കൈകൊണ്ട് പിടിച്ചാൽ അത് നമുക്ക് ദോഷം വരുത്തുന്നത് കറണ്ടിൻ്റെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണ്. അതുപോലെ തന്നെ അപ്പോൾ വരുവീൻ, നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് ചെല്ലാം. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുന്നത് വരെയാണ് ഈ ശിക്ഷകളെന്ന് നാം മനസ്സിലാക്കണം. കാരണം 15-ാം വാക്യം 5:15 നമ്മൾ വായിച്ചത് എന്താണ്? അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും. അപ്പോൾ എപ്പോൾ വരെയാണ്? കുറ്റം ഏറ്റുപറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം. അതായത് ദൈവത്തെ ഉപേക്ഷിച്ചത് മാറ്റി, ഉപേക്ഷിക്കുന്നതിൻ്റെ നേരെ വിപരീതമാണ് അന്വേഷിക്കുക. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു എന്ന സങ്കീർത്തനത്തിലുണ്ട്. അപ്പോൾ അന്വേഷിക്കുക എന്ന് പറയുന്നത് ഉപേക്ഷിക്കുന്നതിൻ്റെ നേരെ വിപരീതമാണ്. അപ്പോൾ അവർ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ അതിരുകളെ ലംഘിച്ചു. അതുകൊണ്ട് ഞാൻ അവരെ പുഴുപോലെ ദ്രവത്വം നൽകി സിംഹം പോലെ കടിച്ചു കീറി. എന്നാൽ എപ്പം വരെയാണിത്? അവർ കുറ്റമേറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം. എന്നിട്ട് പറയുകയാണ്, കഷ്ടതയിൽ അവരെന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ വിളിക്കാൻ കൂടി വരുന്ന ദൈവമക്കൾ മിക്കവരും കഷ്ടതകളുള്ളവരാണ്. കഷ്ടതയുള്ളവരാണ് കൂടുതലും ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നത്. എല്ലാം സുഖമായി, ശരീരത്തിൽ യാതൊരു അസുഖവുമില്ല, ഇഷ്ടം പോലെ സുഖിക്കാനുള്ള വസ്തുവകകളും എല്ലാം ഉണ്ട് എങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ കുറവായിരിക്കും. കഷ്ടതയിൽ അവരെന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. അതാണ് അതിൻ്റെ വ്യവസ്ഥ, അതാണ് അതിൻ്റെ രീതി. അപ്പോൾ നമ്മുടെ കഷ്ടങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാനും കുറ്റമേറ്റു പറഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുമുള്ള അവസരമാണ്. അവർ എന്ത് ഏറ്റു പറയണം, അഥവാ എന്താണ് അവർ ഏറ്റു പറയുക എന്നാണ് നമ്മൾ 6:1 വായിക്കുന്നത്. അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുക. അതിന് പറയുന്ന മറ്റൊരു പദമാണ് 6:1. വരുവീൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ നമ്മെ സൗഖ്യമാക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ സൗഖ്യമാക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹോശയ 6 പറയുകയാണ്, നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാം. ഇതൊരു വിരോധാഭാസമാണ്. ആരെങ്കിലും നിങ്ങളെ കടിച്ചു കീറിയാൽ നിങ്ങൾ പിന്നെ ആളിൻ്റെ അടുത്തോട്ട് ഒരു കാരണവശാലും പോകത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ വേറെ എങ്ങോട്ടും പോകാനാണ്. നമ്മൾ അവൻ്റെ അടുക്കലേക്ക് പോകേണ്ടവരല്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലാവിധത്തിലും നമ്മൾ അവൻ്റെ അടുക്കലേക്ക് ചെല്ലേണ്ടവരാണ്. ഓ, ഞാൻ പോകുന്നില്ല, ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓപ്ഷൻ അല്ല. നമുക്ക് ഇഷ്ടമുണ്ടെ പോയാൽ മതി എന്നുള്ളതല്ല. നമ്മൾ പോകേണ്ടി വരും, കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ അടുത്തു ചെല്ലണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പം പോവുകയല്ലെങ്കിൽ അത് കഴിഞ്ഞ പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരുമ്പോൾ നമ്മൾ അവൻ്റെ അടുക്കലേക്ക് പോകണം. ഇന്ന് പകൽ എല്ലാ ദൈവമക്കളും അതുകൊണ്ട് തിരിച്ചറിയുക, നിങ്ങളെയും എന്നെയും ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്നത് കർത്താവിൻ്റെ പാവന രക്തമാണ്. കഴിഞ്ഞ നാളുകളിൽ അവൻ നിന്നെ കടിച്ചു കീറിയെങ്കിൽ, അടിച്ചു മുറിവേൽപ്പിച്ചുവെങ്കിൽ അതിനെല്ലാം കാരണം നീ അതിരും വിട്ടുപോയത് കൊണ്ടാണ്. നിൻ്റെ സൂക്ഷ്മതക്കുറവുണ്ടായിരിക്കാം, പക്ഷെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് സൗഖ്യമാക്കുന്നത്, അതുകൊണ്ടാണ് ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ്
കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ, തകർക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നവൻ, മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നവൻ, ചതയ്ക്കുകയും തൃക്കൈ പൊറിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഇന്ന് പകൽ അവൻ നമ്മെ സൗഖ്യമാക്കും. അവൻ നമ്മെ സൗഖ്യമാക്കുമെന്നുള്ളത് ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തമാണ്.